വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് കൈത്താങ്ങൊരുക്കി തിരുവനന്തപുരത്തെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു മാസത്തിലധികം കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറുധാന്യങ്ങളിൽ തയ്യാറാക്കിയ ഭക്ഷ്യ വിഭവങ്ങളാണ് ഇവർ ദുരിതബാധിത മേഖലകളിൽ എത്തിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ പ്രത്യേകം സംസ്കരിച്ചാണ് ഭക്ഷണ കിറ്റുകളുടെ വിതരണം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിറങ്ങലിച്ചു പോയ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾ. എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് ഉള്ളുലഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമങ്ങളിലെ ആളുകളുടെ വിശപ്പിന്റെ വിളിക്ക് കൈത്താങ്ങൊരുക്കുകയാണ് തിരുവനന്തപുരം പാപ്പനംകോട്ടെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ചെറുധാന്യങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യവിഭവങ്ങൾ തയ്യാറാക്കി നാടിന്റെ വിശപ്പകറ്റാനാണ് ഇവരുടെ ആദ്യ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഗ്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ തയ്യാറാക്കൽ. പ്രത്യേകം സജ്ജമാക്കിയ ലാബിൽ റെഡി ടു ഈറ്റ് വിഭാഗത്തിൽപ്പെട്ട വിഭവങ്ങളടക്കം 4 തരം ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ തയ്യാറാക്കി കൈമാറുന്ന കിറ്റിലുള്ളത്. One is that upma with increase the protein content on the upma, and then poha. Poha is a dried form poha. We made it, and along with the peanut, roasted peanut added into that. That's increase the protein content of the poha and the calories. And apart from that, we made the millet puffing for the kids who wanted to enjoy at the same time nutrition. And then the rusk also we added to increase the evening snacks. And also this 4 product we made. Each product 1000 packs we made it initially. If one's requirement is more, if they request more product to be made, we'll continue the production. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷ്യവിഭവങ്ങളും ഇവർ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ സംസ്കരിച്ച പാക്കറ്റുകളിലാക്കിയാണ് ഭക്ഷണ സാധനങ്ങൾ വയനാട്ടിലെത്തിക്കുന്നത്. വളരെയധികം പോഷക ഗുണങ്ങളുള്ള പ്രോഡക്ട്സ് ആണ് ഉത്പാദിപ്പിക്കുന്നത്. ഒന്ന് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഉപ്മ. അതിന് ഏതാണ്ട് 8 മുതൽ 10% വരെ പ്രോട്ടീനും 360ഓളം കലോറി എനർജിയും ഉണ്ട്. പിന്നെ അതുകൂടാതെ പ്രത്യേക രീതിയിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള ന്യൂട്രി പോഹ എന്നുള്ളൊരു സ്നാക്ക് പ്രോഡക്ട്സ് ഉണ്ട്. അതിനും 10% പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്നാക്ക് പ്രോഡക്ട്സ് പിന്നെ അതും ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറെ ഞങ്ങളുടെ ബേക്കറി യൂണിറ്റിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള റസ്ക്. ഇതാണ് ഈ 4 പ്രോഡക്റ്റുകളാണ് പ്രധാനമായിട്ടും ഞങ്ങളിവിടെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത്. തയ്യാറാക്കിയ ഭക്ഷ്യക്കിറ്റുകൾ തിരുവനന്തപുരം കളക്ടറേറ്റിലെ ഹെൽപ്പ് സെന്റർ വഴിയാണ് വയനാട്ടിലെത്തിക്കുക. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കിറ്റുകൾ കൂടുതലായി ആവശ്യപ്പെട്ടാൽ ഒരുക്കാനും സജ്ജമാണെന്ന് CSIR അധികൃതർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.